ഹായ് ഫ്രണ്ട്സ്, ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും വെബ് പോർട്ടൽ വഴിയും എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. എല്ലാ കർഷകരും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതുണ്ട്. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവരും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവർ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടർന്നുള്ള വീഡിയോ ഭാഗങ്ങളിൽ വിശദമാക്കുന്നുണ്ട്. കൃഷിഭൂമി ആഡ് ചെയ്യുന്നതും വിളകൾ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കിസാൻ കാർഡിന് അപേക്ഷിക്കുന്നത് എങ്ങനെയെന്നും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കർഷകർക്ക് വേണ്ട വിവിധ ഓൺലൈൻ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കതിർ. ഇത് മൊബൈൽ ആപ്ലിക്കേഷനായി ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. കൂടാതെ വെബ് പോർട്ടലായും നമുക്ക് ലഭിക്കും. രണ്ടും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. ആദ്യം മൊബൈലിലൂടെ കതിർ ആപ്പിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിനായി പ്ലേ സ്റ്റോർ എടുത്ത ശേഷം താഴെ കാണുന്ന സെർച്ച് ബാറിൽ പ്രസ് ചെയ്തതിന് ശേഷം കതിർ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ലഭിക്കും. ആപ്പ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അപ്ഡേറ്റ് ചോദിക്കുകയാണ്. ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള പെർമിഷൻസ് അലോ ചെയ്യുന്നതിനായി താഴെ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് ഇവയൊക്കെയുള്ള അനുമതി കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്ന പോപ്പപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡാഷ്ബോർഡിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളമോ ആക്കാൻ സാധിക്കും. പക്ഷേ മലയാളമാക്കിയാലും ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വരും. പോപ്പപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്താൽ നമുക്കിവിടെ ഫാർമർ എന്നും ഡിപ്പാർട്ട്മെൻ്റ് എന്നും രണ്ട് ലിങ്കുകൾ കാണാം. ഇവിടെ ഫാർമറിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ഫാർമറിൽ പ്രസ് ചെയ്ത് ലോഗിൻ ചെയ്യുവാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് തൊട്ട് താഴെ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്ന് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം ഫാർമർ നെയിം, കർഷകൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇവയൊക്കെ ആധാറിലുള്ളത് അതേപോലെ കൊടുത്താൽ സൗകര്യപ്രദമാകും. അതിനുശേഷം ആധാർ നമ്പറാണ് കൊടുക്കേണ്ടുന്നത്. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക. ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുകയെങ്കിൽ സൗകര്യപ്രദമായിരിക്കും. ആ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം സെൻഡ് OTPയിൽ പ്രസ് ചെയ്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTP കൊടുക്കാവുന്നതാണ്. കലണ്ടറിൻ്റെ മുകളിൽ കാണുന്ന പെൻസിൽ മാർക്കിൽ പ്രസ് ചെയ്ത് / നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മൊബൈൽ നമ്പരും കൂടി കൊടുത്ത് സെൻഡ് OTP കൊടുത്ത് അതിലേക്ക് വന്ന OTPയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്കിവിടെ MPIN സെറ്റ് ചെയ്യേണ്ടുന്നതായിട്ടുണ്ട്. 4 അക്ക നമ്പറുകളാണ് MPIN-ആയി കൊടുക്കേണ്ടുന്നത്. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. തുടർച്ചയായ നമ്പറുകൾ കൊടുക്കരുത്. ഉദാഹരണത്തിന് 96, 78 അങ്ങനെയൊക്കെയുള്ള നമ്പറുകളാണ് കൊടുക്കേണ്ടുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു MPIN ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്ത് വരേണ്ടുന്നത്. ഞാനിവിടെ 2 പ്രാവശ്യം MPIN ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് MPIN എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് MPIN ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും അത് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പ്രൊഫൈൽ ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ കാണുന്ന പോപ്പപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്ത് കളയുകയും ചെയ്യാവുന്നതാണ്. ഈ ഒരു പോപ്പപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം മുകളിൽ ഇടത് സൈഡിൽ മുകളിലായിട്ട് ഒരു റൗണ്ട് സിമ്പിൾ കാണാം. ആ റൗണ്ട് സിമ്പിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ പ്രൊഫൈൽ യൂസർ പ്രൊഫൈൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്ത് ബാക്കി പ്രൊഫൈൽ ഡീറ്റെയിൽസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്നതുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കൊടുത്ത വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് താഴെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ മൊബൈൽ നമ്പർ നേരത്തെ കൊടുത്തത് വന്നിട്ടുണ്ട്. യൂസർ ടൈപ്പ് ഇൻഡിവിജ്വലാണ് കൊടുക്കേണ്ടത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് റിസൈഡിങ് ഇൻ കേരള കൊടുക്കണം. ബാക്കിയുള്ള ഓപ്ഷൻസും ഉണ്ട്. ഫാർമർ നെയിം വന്നിട്ടുണ്ട്. ഫാദർ നെയിം കൊടുക്കുക. കർഷകൻ്റെ ഫാദർ നെയിം കൊടുക്കണം. തുടർന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തും ഏജും ഒക്കെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കാറ്റഗറി OBC, SC, ST അതേഴ്സ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉൾപ്പെടെ ഒരു ഇമെയിൽ IDയോടെ ജനറേറ്റായി വന്നിട്ടുണ്ട്. പുതിയത് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴോട്ട് അഡ്രസ്സാണ് കൊടുക്കേണ്ടുന്നത്. പോസ്റ്റ് ഓഫീസും പിൻകോഡും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. വീട്ടുപേര് ഉൾപ്പെടെ ആധാറിലുള്ള അഡ്രസ്സ് അതുപോലെ കൊടുക്കുന്നതാണ് നല്ലത്. തുടർന്ന് റേഷൻ കാർഡ് നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കർഷകൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ KCB കൺസ്യൂമർ നമ്പർ കമ്പൽസറി അല്ല. ഇവിടെ സ്റ്റാർ മാർക്ക് ഉള്ളതെല്ലാം നിർബന്ധമായും കൊടുക്കേണ്ടത്
കൊടുക്കേണ്ടുന്നതാണ്. തുടർന്ന് നമ്മൾ കൊടുക്കേണ്ടുന്നത് കൃഷിഭവനാണ്. അവിടെ കൃഷിഭവനിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൃഷിഭവൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ അത് വരുന്നതാണ്. അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വാർഡ് ഏതാണെന്ന് ഒന്നുകിൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ വാർഡിൻ്റെ പേര് കൃഷിഭവൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം അവിടെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്നവിടെ എഴുതി കാണിക്കുന്നത് കാണാം. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. തീർന്നില്ല, ഇനിയും നമുക്ക് കുറച്ച് പ്രോസസ്സ് കൂടിയുണ്ട്. ഇനി കിസാൻ കാർഡിന് അപ്ലൈ ചെയ്യുകയും അതുപോലെ പ്ലോട്ട് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് PM കിസാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കതിർ ആപ്പിൽ എല്ലാ കർഷകരും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും PM കിസാൻ്റെ ആനുകൂല്യം കിട്ടുന്നവരും കർഷകരാണ്. അവരും രജിസ്റ്റർ ചെയ്യേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ PM കിസാൻ്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ തുടർന്നും ആനുകൂല്യം ലഭിക്കൂ എന്ന് ഇപ്പോൾ നിർബന്ധമില്ല. പക്ഷേ ഭാവിയിൽ അങ്ങനെയാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം PM കിസാൻ്റെ ആനുകൂല്യം ലഭിക്കുന്നവർ സംസ്ഥാന സർക്കാരിൻ്റെ എയിംസ് പോർട്ടലിൽ ലാൻഡ് വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ കാലങ്ങളിൽ വന്നത് നമുക്കറിയാം. അത് നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലൊരു നിർദ്ദേശം കതിർ ആപ്പിൻ്റെ കാര്യത്തിലും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അതേസമയം PM കിസാനുമായി ബന്ധപ്പെട്ട വാട്സപ്പ് നമ്പറിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ആനുകൂല്യം കിട്ടുന്നവരൊക്കെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്നും ലഭിച്ചത്. ഇനി നമുക്ക് കൃഷിഭൂമി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ കാണുന്ന മൈ ഫാംസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൃഷിഭൂമികൾ പ്ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒന്നിലധികം പ്ലോട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും ചെയ്താൽ മതിയാകും. മൈ ഫാംസിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കും. ഇവിടെ നിന്നും ആദ്യം നമ്മൾ ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെയുള്ളത് ADA ആണ്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറിലാണ് ADA. ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് ADA വരുന്നത്. ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെയാണ് സാധാരണ ADAയുടെ ഓഫീസ് ഉള്ളത്. ഓരോ ബ്ലോക്കിനും ഒരു ADA ഓഫീസ് ഉണ്ടാകും. ഞാനിവിടെ കൊട്ടാരക്കരയാണ്, എൻ്റെ താലൂക്കും കൊട്ടാരക്കരയാണ്. അതുകൊണ്ട് കൊട്ടാരക്കര തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ് ADA ഓഫീസായിട്ട്, ADA ആയിട്ട്. അതിനുശേഷം കൃഷിഭവൻ നിങ്ങൾ നേരത്തെ തിരഞ്ഞെടുത്തതുപോലെ കൃഷിഭവൻ തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം താലൂക്ക്, വില്ലേജ്, വാർഡ്, ഇവയൊക്കെ വാർഡൊക്കെ നേരത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്ത പോലെ തിരഞ്ഞെടുത്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം ബ്ലോക്ക് നമ്പർ, സർവേ സബ് ഡിവിഷൻ നമ്പർ എന്നിവ കൊടുക്കേണ്ടതുണ്ട്. ഇത് PM കിസാൻ്റെ പുതിയ PM കിസാൻ അപേക്ഷിക്കുന്ന വീഡിയോ ചാനലുണ്ട്. അതിൽ നമ്മളുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, കരമടക്ക് രസീതിൽ ഇതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാകും. ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് എടുത്ത് നോക്കണം. അതിൽ ബ്ലോക്ക് നമ്പരും സർവേ നമ്പരും സർവേ സബ് ഡിവിഷൻ നമ്പർ, സബ് നമ്പർ, അതായത് 85/12, അതായത് 12 സബ് നമ്പർ. അത് ചിലപ്പോൾ A എന്നോ B എന്നോ ഒക്കെ ചിലടത്ത് വരാം. ഇത് PM കിസാൻ അപേക്ഷിക്കുന്ന വീഡിയോയിൽ കരമടക്ക് രസീത് കാണിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. അടുത്തത് ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ. ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുക്കാവുന്നതാണ്. അടുത്ത ഓണർ ടൈപ്പാണ്. ഓണർ കം കൾട്ടിവേറ്റർ, ടെനൻറ്റ്, വാടകക്കാരൻ, ലീസിനൊക്കെ എടുത്ത് ചെയ്യുന്നത്, ലാൻഡ്ലെസ് ടെനൻറ്റ്, അങ്ങനെ ഇത്രയും കാറ്റഗറികളുണ്ട്. തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യുന്നതാണെങ്കിൽ ഓണർ കൊടുക്കാം. അതുപോലെ ഓണറും കൃഷിക്കാരനും കർഷകനും ഓണറും ഒരാൾ തന്നെയാണെങ്കിൽ ഓണർ കം കൾട്ടിവേറ്റർ കൊടുക്കാം. ബാക്കി ഓപ്ഷൻസ് ഉണ്ട്, സൗകര്യപ്രദമായത് കൊടുക്കുകയും ചെയ്യാം. അടുത്തത് എത്ര കൃഷിഭൂമി ഉണ്ടെന്നാണ് വിസ്തീർണം. സെൻറ്റിലാണ് കൊടുക്കേണ്ടത്. എത്ര സെൻറ്റ് കൃഷിഭൂമി ഉണ്ടെന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്തത് ടൈപ്പ് ഓഫ് ലാൻഡാണ്. ഇവിടെ ഗാർഡൻ ലാൻഡ്, വെറ്റ് ലാൻഡ്, പാടി, അങ്ങനെ 3 കാറ്റഗറികളാണുള്ളത്. ഇതിൽ ഗാർഡൻ ലാൻഡ് എന്നാണ് തോട്ടപ്പുരയിടമാണ്. സാധാരണ കരപ്പുരയിടമൊക്കെ ഗാർഡൻ ലാൻഡാണ്. വെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടമാണ്, വെള്ളക്കെട്ടുള്ള പ്രദേശം. പാടി എന്നാൽ നിലവുമാണ്. ഇതിൽ അനുയോജ്യമായത് കൊടുക്കുക. സാധാരണ കരപ്പുരയിടത്തിന് ഗാർഡൻ ലാൻഡ് എന്ന് കൊടുത്താൽ മതിയാകും. അടുത്തത് വാട്ടർ സോഴ്സാണ്. ഓപ്പൺ വെൽ, കനാൽ, ബോർവെൽ, ടാങ്ക്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അനുയോജ്യമായി തിരഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ എക്സ്റ്റൻഷൻ, എത്ര വിസ്തൃതിയുള്ള സ്ഥലത്താണ് ഇറിഗേഷൻ നടക്കുന്നത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ജലസേചനത്തിൻ്റെ ഏരിയ രേഖപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് GPS-ഉമായി കണക്റ്റഡ് ആണ്. റവന്യൂ വകുപ്പിൻ്റെ റിലീസുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ആ പ്ലോട്ടിൽ തന്നെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കണം. ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പോരെ എന്ന് ആരും ചോദിക്കരുത്. ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഒക്കെ ഇവിടെ ലൈവായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ആ ഫോട്ടോയുടെ സിമ്പലിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലോട്ടിന് നേർക്ക്, കൃഷി സ്ഥലത്തിന് നേർക്ക് പിടിച്ച് അവിടെ ക്യാമറയിൽ താഴെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫോട്ടോ ക്ലിക്കാകും. അതിനുശേഷം നമുക്കവിടെ ഒരു ടിക്ക് മാർക്ക് വരുന്നത് കാണാം. ഓക്കെ ആണെങ്കിൽ ആ ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇവിടെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇത് GPS കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ആ പ്ലോട്ടിൽ തന്നെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കണം. ഇവിടെ നമ്മൾ ആ ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. തുടർന്ന് ആ ഫോട്ടോ അവിടെ വരുന്നതും കാണാം.
വലിയ കൃഷിയൊന്നും വേണമെന്ന് നിർബന്ധമില്ല. അത്യാവശ്യം കൃഷിയൊക്കെ ഉണ്ടായിരുന്നാൽ മതി. ഭാവിയിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ലൊരു പ്ലോട്ടായാലും മതിയാകുന്നതാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രിവ്യൂവിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് കുറച്ച് പോപ്പപ്പ് വിൻഡോകൾ അവിടെ വരുന്നതാണ്. എല്ലാം സ്കിപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം താഴെ വന്ന് നമുക്ക് സബ്മിറ്റ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. പ്ലോട്ട് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് അവിടെ എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം. ഈ ഒരു പ്ലോട്ട് ഇവിടെ ആഡായി കഴിഞ്ഞു. ഇനി ഒന്നിലധികം പ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മൈ ഫാംസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത പ്ലോട്ട് അവിടെ കാണിക്കുന്നതാണ്. ഈ പോപ്പപ്പ് ഒക്കെ സ്കിപ്പ് ചെയ്ത് മാറ്റണം. മുകളിലായിട്ട് ആഡ് ന്യൂ പ്ലോട്ട് എന്ന് കാണാം. അവിടെ വീണ്ടും പ്ലോട്ടുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ മുകളിൽ കാണുന്ന ന്യൂ പ്ലോട്ടിൽ പ്രസ് ചെയ്ത് വീണ്ടും പ്ലോട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ന്യൂ പ്ലോട്ടിൽ പ്രസ് ചെയ്ത് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ പ്ലോട്ടുകൾ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ക്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതെങ്കിൽ മാത്രമേ അതിനുശേഷം മാത്രമേ നമുക്ക് കിസാൻ ID കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിളകൾ ആഡ് ചെയ്യുന്നതിനായി ആഡ് ക്രോപ്സ് എന്നുള്ളതിൽ ലോങ് പ്രസ് ചെയ്താൽ അടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇവിടെ വിള ഏതാണെന്ന് ആദ്യം തിരഞ്ഞെടുത്ത് കൊടുക്കണം. തുടർന്ന് അതിൻ്റെ സീസണൽ ടൈപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലായി വരും. ഇവിടെ കാണുന്ന പോപ്പപ്പ് വിൻഡോകളൊക്കെ സ്കിപ്പ് ചെയ്ത് പോകേണ്ടതാണ്. അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തും നമുക്ക് വിള സെലക്ട് ചെയ്യാം. അതിനുശേഷം വെറൈറ്റി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ക്രോപ്പ് ഇയർ ആണ് കൊടുക്കേണ്ടുന്നത്. ഞാനിവിടെ 2024-25 കൊടുക്കുകയാണ്. അതിനുശേഷം പ്ലാന്റിംഗ് ഡേറ്റ് എന്നാണ് കൃഷി ഇറക്കുന്നത് എന്നുള്ള ഡേറ്റ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വിളയുടെ കാലാവധി ഡ്യൂറേഷൻ എത്ര മാസമാണെന്ന് മാസത്തിൽ അവിടെ രേഖപ്പെടുത്തി കൊടുക്കണം. തുടർന്ന് ഹാർവെസ്റ്റിൻ്റെ വിളവെടുക്കുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ് ഏകദേശ ഡേറ്റ് ഓട്ടോമാറ്റിക് അവിടെ ഫില്ലായി വരുന്നതാണ്. തുടർന്ന് ഏരിയ ഓഫ് കൾട്ടിവേഷൻ എത്ര സെൻറ്റിലാണ് കൃഷി ചെയ്യുന്നത് സെൻറ്റിൽ രേഖപ്പെടുത്തി കൊടുക്കണം അവിടെ. തുടർന്ന് ഈൽഡ് എക്സ്പെക്റ്റഡ് ഈൽഡ് അതോ ആക്ച്വൽ ഈൽഡോ ഏതാണെന്ന് ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം കിലോഗ്രാമിൽ എത്ര കിലോ വിളവ് ലഭിക്കും എന്നവിടെ രേഖപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം താഴെ കാണുന്ന ക്യാമറയുടെ ഐക്കണിൽ പ്രസ് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ ആ പ്ലോട്ടിൻ്റെ കൃഷിസ്ഥലത്തിൻ്റെ ഫോട്ടോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്ലിക്ക് ചെയ്ത് ഇവിടേക്ക് ടിക്ക് മാർക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അവിടെ അത് പേസ്റ്റായി വരുന്നതും നമുക്ക് കാണാം. തുടർന്ന് നേരത്തെ ചെയ്തതുപോലെ പ്രിവ്യൂവിൽ പ്രസ് ചെയ്ത് നമുക്കവിടെ ഒരു പ്രിവ്യൂ ലഭിക്കും. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവിടെ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് ക്രോപ്പ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും മറ്റൊരു ക്രോപ്പിനെ ആഡ് ചെയ്യാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ എസ് കൊടുത്ത് മറ്റ് ക്രോപ്പുകളുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ ID ആവശ്യമായിട്ടുണ്ട്. അതിന് മുകളിൽ കാണുന്ന റൗണ്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കർഷകൻ്റെ പേരിന് താഴെയായി കുറച്ച് നമ്പറുകൾ കാണാം. അതാണ് യൂസർ ID, അതാണ് കദർ IDയും. അതല്ലെങ്കിൽ ലോഗിൻ പേജിൽ തന്നെ നമുക്ക് യൂസർ ID ഇത് വീണ്ടെടുക്കുവാനും എംപിൻ സെറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് മൊബൈൽ നമ്പർ കൊടുത്ത് ഇങ്ങനെ യൂസർ ID റിട്രീവ് ചെയ്തെടുക്കുവാനും സാധിക്കും. ഇനി നമുക്ക് കിസാൻ ID കാർഡിന് അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ID കാർഡ് ആപ്ലിക്കേഷൻ എന്ന് കാണാം. ആ ID കാർഡ് ആപ്ലിക്കേഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനായിട്ട് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമ്മൾ നേരത്തെ കൊടുത്ത വിവരങ്ങളൊക്കെ മുകളിൽ കാണിക്കുന്നതും താഴോട്ട് വന്നതിന് ശേഷം കർഷകൻ്റെ പേരിലുള്ള ബാങ്കിൻ്റെ IFSC കോഡ് ആദ്യം കൊടുക്കുക. പിന്നീട് ബാങ്ക് നെയിമും അക്കൗണ്ട് നമ്പരും കൊടുക്കണം. അതിനുശേഷം ബാങ്ക് പാസ്ബുക്കും കർഷകൻ്റെ ഫോട്ടോയും അവിടെ കാണുന്ന ക്യാമറ ഉപയോഗിച്ച് എടുക്കണം. അല്ലെങ്കിൽ ഗാലറിയിൽ നിന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പാസ്ബുക്കിൻ്റെയും അതേപോലെ ഫോട്ടോയുടെയും ഫോട്ടോ എടുത്ത് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോ എടുത്ത ശേഷം അവിടെ കാണുന്ന OK ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇതവിടെ പേസ്റ്റ് ആയിക്കോളും. ഇങ്ങനെ ഫോട്ടോയും പാസ്ബുക്കും ഞാനിങ്ങനെ ഇവിടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്താൽ ആപ്ലിക്കേഷൻ ഫോർ ID കാർഡ് അപ്ലൈഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും നമുക്ക് കാണാം. ഇനി കൃഷിഭവനിൽ നിന്നും ഡോക്യുമെൻസിൻ്റെ വെരിഫിക്കേഷനും സൈറ്റ് അപ്രൂവലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ID കാർഡ് അപ്രൂവ് ആയാൽ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നത്. കൃഷിഭവനിൽ പരിചയമുള്ള കർഷകരാണെങ്കിൽ സൈറ്റ് വിസിറ്റ് ഒഴിവാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ ഫാർമർ എന്നും ഡിപ്പാർട്ട്മെൻ്റ് എന്നും 2 ലിങ്കുകൾ കാണാം. ഇതിൽ ഫാർമർ നമ്മൾ തിരഞ്ഞെടുക്കണം. അതിനുശേഷം താഴെയായിട്ട് ലോഗിൻ IDയും പാസ്വേഡും ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം. അതില്ലാത്തവർക്ക് താഴെ രജിസ്റ്റർ എന്ന് കാണാം. ഫാർമർ സെലക്ട് ചെയ്താൽ ആ രജിസ്റ്ററിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം കർഷകൻ്റെ പേരും ഇനിഷ്യൽ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പരും മൊബൈൽ നമ്പരും കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുത്താൽ ഉടൻ തന്നെ തൊട്ട് വലത് സൈഡിൽ സെൻഡ് OTP എന്നുള്ള ലിങ്ക് വരും. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് അതിലേക്ക് മൊബൈലിലേക്ക് വരുന്ന OTP കൊടുത്ത് രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്.
തുടർന്ന് OTP വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതും അതിനുശേഷം നമ്മൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഇംഗ്ലീഷിൽ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിയർ ഫാർമർ യുവർ രജിസ്ട്രേഷൻ ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് യുവർ യുണീക്ക് കതിർ ID എന്ന് പറഞ്ഞ് അവിടെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. അത് എഴുതി സൂക്ഷിച്ചു വെക്കേണ്ടുന്നതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ചെയ്തതുപോലെ ബാക്കി പ്രോസസ്സ് കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആകുകയും കിസാൻ ID കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് ID കാർഡിന് അപേക്ഷിക്കുകയൊക്കെ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മുഴുവൻ പ്രോസസ്സും നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ ചെയ്യുവാനും സാധിക്കത്തില്ല. എങ്കിലും കഴിയുന്നിടത്തോളം നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ലോഗിനിൽ പ്രസ് ചെയ്താൽ ID അവിടെ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നീട്